കൺസ്ട്രക്ഷൻ മേഖലയിൽ റിവർ സാൻഡിന് പകരം എംസാൻഡ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. റിവർ സാൻഡ് അവൈലബിലിറ്റി ഇപ്പോൾ വളരെ കുറവാണ്. എന്നിരുന്നാലും വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് കുറച്ച് റിവർ സാൻഡ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ. റിവർ സാൻഡും എംസാൻഡും തമ്മിലുള്ള ഒരു കമ്പാരിസനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഞാൻ സുബിൻ തോമസ്, ഗ്രീൻ ആഷ്വിൽ ആർക്കിടെക്ചറിലെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റാണ്. എംസാൻഡ് എന്ന് പറയുന്നത് മാനുഫാക്ചർഡ് സാൻഡാണ്. നമുക്കറിയാം കരിങ്കല്ല് ക്രഷ് ചെയ്തിട്ടാണ് ഈ എംസാൻഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ എംസാൻഡിൻ്റെ സർഫസ് റഫായിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഷേപ്പ് ആംഗുലർ ഓർ ക്യൂബിക്കൽ ഷേപ്പ് ആയിരിക്കും. റിവർ സാൻഡ് ആവട്ടെ, റിവർ സാൻഡ് നമ്മൾ റിവർ ബെഡിൽ നിന്നോ റിവർ ബാങ്കിൽ നിന്നോ ഒക്കെ വാരിയെടുക്കുന്നതാണ്. ഈ റിവർ സാൻഡ് ഉണ്ടാകുന്ന പ്രൊസീജിയർ നോക്കിയാൽ നമുക്കറിയാം. നമ്മൾ ഈ പുഴയിലൂടെ വെള്ളം ഒഴുകുമ്പോൾ അത് ഈ പാറകളിലൊക്കെ ഇടിച്ചിട്ട് അതിൽ നിന്ന് തരിതരിയായിട്ട് വെള്ളത്തിനകത്ത് വീണ് ഒഴുകി എവിടെയെങ്കിലും സെറ്റിൽഡ് ആകുന്നതാണ് നമ്മൾ റിവർ സാൻഡായിട്ട് എടുക്കുന്നത്. ഈ പ്രൊസീജിയറിനെ ഇറോഷൻ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഈ റിവർ സാൻഡിൻ്റെ സർഫസ് സ്മൂത്ത് ആയിരിക്കുന്നതും അതുപോലെ തന്നെ അതിൻ്റെ ഷേപ്പ് സ്പെറിക്കൽ ഷേപ്പിലൊക്കെ വരുന്നതുമൊക്കെ. ഈ റിവർ സാൻഡിൻ്റെയും എംസാൻഡിൻ്റെയും ഈ ഷേപ്പാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മൾ എംസാൻഡ് ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ ഈ എംസാൻഡിൻ്റെ സർഫസ് റഫ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കോൺക്രീറ്റിന് കൂടുതൽ കംപ്രഷൻ സ്ട്രെങ്തും ഫ്ലെക്ചറൽ സ്ട്രെങ്തും ഒക്കെ ഉണ്ടാകും. റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റിന് കംപ്രഷൻ സ്ട്രെങ്തും ഫ്ലെക്ചറൽ സ്ട്രെങ്തും ഒക്കെ എംസാൻഡിനെക്കാളും കുറച്ച് കുറവായിരിക്കും. മറ്റൊരു കാര്യം, നമ്മൾ എംസാൻഡും റിവർ സാൻഡും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റിയാണ്. ഈ വർക്കബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് എത്ര എളുപ്പത്തിൽ കോൺക്രീറ്റ് വർക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ്. നമ്മൾ റിവർ സാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിവർ സാൻഡ് കുറച്ച് പോറസ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ കൂടുതലാണ്. ഈ വാട്ടറിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് കോൺക്രീറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതിന് വർക്കബിലിറ്റി കുറച്ച് കൂടുതലായിട്ട് തോന്നും. അതേസമയം നമ്മൾ എംസാൻഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എംസാൻഡിൻ്റെ പോറോസിറ്റി വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അത് അത്ര വർക്കബിൾ ആയിരിക്കുകയില്ല റിവർ സാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സിമെൻറ്റും വാട്ടറും ഒക്കെ അധികമായിട്ട് ചിലവ് വരികയും ചെയ്യും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ എംസാൻഡിൻ്റെ റിവർ സാൻഡിൻ്റെയും തരികളുടെ വലിപ്പം. ഈ എംസാൻഡ് നമ്മൾ ക്രഷറിൽ മാനുഫാക്ചർ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെ തരികളുടെ വലിപ്പം നിശ്ചിതമായിരിക്കും. അത് 150 മൈക്രോണിനും ഒരു 4.75 mm ഒക്കെ ഇടയിൽ കൃത്യമായ രീതിയിലായിരിക്കും അത് മാനുഫാക്ചർ ചെയ്യുന്നത്. റിവർ സാൻഡ് ആവട്ടെ അതിൻ്റെ തരികളുടെ വലിപ്പം കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കാം. അത് നമ്മൾ അരിച്ച് കൃത്യമായ അളവിലേക്ക് കൊണ്ടുവരാമെന്ന് വിചാരിച്ചാൽ തന്നെ നമുക്കതൊരു ലാർജ് ക്വാണ്ടിറ്റി മെറ്റീരിയൽ അങ്ങനെ വേസ്റ്റ് ആവുകയും ചെയ്യും. മറ്റൊരു കാര്യം, നമ്മൾ ഈ എംസാൻഡും റിവർ സാൻഡും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈമാണ്. നമ്മൾ റിവർ സാൻഡിൻ്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു റിവർ സാൻഡ് പോറസ് ആണ്, അതുകൊണ്ട് വാട്ടർ അബ്സോർബ് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റിൻ്റെ സെറ്റിംഗ് ടൈം കൂടുതലായിരിക്കും. അതായത് കോൺക്രീറ്റ് ഇങ്ങനെ ഈ റിവർ സാൻഡ് ഉപയോഗിക്കുന്ന കോൺക്രീറ്റ് സെറ്റാകാൻ എടുക്കുന്ന സമയം എംസാൻഡ് ഉപയോഗിച്ചുള്ള കോൺക്രീറ്റിനേക്കാളും കൂടുതലായിരിക്കും. അതുപോലെ തന്നെ റിവർ സാൻഡിൽ ഈ പായൽ, ചെളി അതുപോലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എംസാൻഡിൽ ഇത് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇങ്ങനെ ഇമ്പ്യൂരിറ്റീസിൻ്റെ പ്രസൻസ് ഉള്ള റിവർ സാൻഡ് നമ്മൾ കോൺക്രീറ്റിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. മറ്റൊരു കാര്യമാണ് അഡൾട്രേഷൻ, അതായത് മായം ചേർക്കൽ. നമ്മൾ ഈ റിവർ സാൻഡൊക്കെ നമുക്ക് സൈറ്റിൽ എത്തിച്ചു തരുന്നവർ ഒരുപക്ഷെ ചിലപ്പോൾ നമ്മുടെ ഈ സീ സാൻഡുമായിട്ട് ഇത് മിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ അത് കോസ്റ്റ് കുറച്ചൊക്കെ കൊടുക്കുന്നത് ചില സ്ഥലങ്ങളിൽ കാണാറുണ്ട്. ഈ സീ സാൻഡ് ഈ റിവർ സാൻഡുമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസിനെ മൊത്തത്തിൽ ബാധിക്കും. ഈ സീ സാൻഡിൽ നമ്മുടെ ഉപ്പിൻ്റെ അംശം ഉണ്ടാവാറുണ്ട്. അത് നമ്മൾ കോൺക്രീറ്റിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ സ്ട്രെങ്തിനെ അത് കാര്യമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതിൽ ഏറ്റവും അവസാനത്തെ കാര്യം റിവർ സാൻഡിൻ്റെ എംസാൻഡിൻ്റെ കോസ്റ്റാണ്. ഈ റിവർ സാൻഡിൻ്റെ കോസ്റ്റ് എംസാൻഡിനെ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കൂടുതലാണ്. നമ്മളപ്പോൾ ഈ പറഞ്ഞവയൊക്കെയാണ് ഈ റിവർ സാൻഡും എംസാൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന എംസാൻഡ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. ചില സൈറ്റുകളിലൊക്കെ പറയുന്നത് കേൾക്കാം മാർക്കറ്റ് റേറ്റിൽ നിന്നും വളരെ വില കുറച്ച് അവിടെ എംസാൻഡ് കിട്ടിയെന്നുള്ള കാര്യം. നമ്മൾ ഈ എംസാൻഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് ക്രഷറിൽ വെച്ച് ഈ മാനുഫാക്ചർ ചെയ്യുന്ന ആ പ്രൊസീജിയറിൽ ഈ കരിങ്കല്ലിൽ ചെറിയ പൊടി വരാറുണ്ട്. ആ പൊടി ഈ എംസാൻഡിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണമെന്ന് പറയുന്നത്. ഇങ്ങനെ വാഷ് ചെയ്യാത്ത എംസാൻഡിൽ നമ്മൾ ആ കുറച്ച് എംസാൻഡ് എടുത്ത് കയ്യിൽ റബ്ബ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും ഈ ചെറിയ പൊടി ഉണ്ടാവും. അങ്ങനത്തെ പൊടി ഉണ്ടെങ്കിൽ ഈ എംസാൻഡിൻ്റെ സ്ട്രെങ്ത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള എംസാൻഡിന് കോസ്റ്റും കുറവായിരിക്കും. അതുപോലെ തന്നെ ഈ വരുന്ന ഡസ്റ്റുമായിട്ട് മിക്സ് ചെയ്ത എംസാൻഡ് ആയിരിക്കും ഒരുപക്ഷെ മാർക്കറ്റ് റേറ്റിലും കുറച്ച് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള എംസാൻഡ് നമ്മൾ മാക്സിമം വാങ്ങാതിരിക്കുക. പ്രോപ്പറായിട്ടുള്ള രീതിയിൽ വാഷ് ചെയ്തിട്ടുള്ള എംസാൻഡ് തന്നെ വാങ്ങി കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.